ഹായ്, ഇന്നൊരാളാണെങ്കിൽ ഇവിടെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ എന്തോ ഒരു ക്യാബേജ് റെസിപ്പിയോ അങ്ങനെ എന്തോ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ കയറിയിട്ടത്. പിന്നെ എന്താവോ എന്തോ, എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ആണെങ്കിൽ ക്യാബേജ് പകുതി മുറിച്ചിട്ടുണ്ട്, എന്നിട്ട് അതാണെങ്കിൽ സ്ലൈസായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ലൈസായിട്ട് മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല ഇത് നന്നായി വരുന്നു, ബിക്കോസ് ഞാനല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ എന്തായാലും ഫൈനലായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ പറയാം ഇത് കൊള്ളാവോ അല്ല കൊള്ളില്ലായിരുന്നോ എന്നുള്ളത് നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഞങ്ങൾ സ്ലൈസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മുട്ട ഒക്കെ വേണം കേട്ടോ. ഇവിടെ നമ്മൾ 2 മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ക്യാബേജ് ഓംലെറ്റ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാനുള്ള ശ്രമം. അങ്ങനെ ഇതാ നമ്മൾ സ്ലൈസായിട്ട് മുറിച്ച് വെച്ച ക്യാബേജിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതങ്ങ് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ജസ്റ്റ് നന്നായിട്ട് അതങ്ങ് കഴുകി വൃത്തിയാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉള്ളി. അപ്പോൾ ഒരു ഉള്ളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ടത് സ്ലൈസായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമുളകും കൂടി, ഇപ്പോൾ 2 അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് 3ഉം കൂടി നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ക്യാബേജ് ആണെങ്കിൽ ഫ്രൈ ചെയ്യാണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ മുട്ട ഇട്ടിട്ട് അത് ഓംലെറ്റ് ആക്കാറുമുണ്ട്. പിന്നെ നമുക്കത് ഇങ്ങനെ പച്ചയോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് വേവാത്തത് കൊണ്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാബേജ് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം മുട്ട മിക്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതാ ഉള്ളിയാണെങ്കിൽ മുറിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓംലെറ്റ് ഇതാക്കുന്ന പോലെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഇത് ഫുള്ളായിട്ട് കണ്ട് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടയൊക്കെ കുറവുള്ള സമയത്ത് നമുക്കിപ്പോൾ ക്യാബേജൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കുറച്ച് നമുക്ക് മുറിച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കുറേ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടിയതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യണം, കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഒരിക്കലും. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയാം, അത് അല്ല നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടില്ല എന്നും പറയാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇവിടെ മുറിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഈ 3ഉം ഈ ഉള്ളിയും പിന്നെ പച്ചമുളകും ക്യാബേജും ഇത് 3ഉം നമ്മൾ ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വളരെ കുറച്ച് വെള്ളവും നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പച്ച ഇങ്ങനെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര അത്രയും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് വേവിച്ച് തന്നെ നമ്മളിങ്ങനെ എടുക്കുന്നുള്ളത്. എന്നിട്ട് ഇവിടെ പച്ചമുളകാണെങ്കിൽ ഇടാൻ മറന്നു പോയതാണ്. എന്നിട്ട് വേവിച്ചിട്ടൊരു പകുതി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടാൽ മതിയായിരിക്കും, അതും കുഴപ്പമില്ലാത്തതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനാണ് കേട്ടോ ഇവിടെ വഴറ്റി കൊടുക്കുന്നുള്ളത്. അങ്ങനെ നന്നായിട്ട് ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ഒരു സമയമാകുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താവും, അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും പറയാറുണ്ട്, നമ്മൾ ഈ വഴറ്റി കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഉപ്പിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് ആവും. അങ്ങനെ ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വേവിക്കേണ്ടതുണ്ട് കേട്ടോ. ആ 10 മിനിറ്റ് ഇങ്ങനെ ആയിക്കഴിഞ്ഞു. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇടുന്നത്. അപ്പോൾ ഇവിടെ
അധികം പൊടികളൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ എരിവൊന്നുമില്ല. പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം നമുക്ക് എരിവുണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മുട്ട നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പച്ച ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിലാണെങ്കിൽ ഇവിടെ 2 മുട്ടയാണുള്ളത്. അപ്പോൾ ആ 2 മുട്ടയും നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പൂൺ വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച ആ ക്യാബേജും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാനിലേക്ക്, സെയിം അതേ പാനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അതേ പാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച. പിന്നെ നമ്മളുടെ വീഡിയോസ് ആണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. പിന്നെ കുറേ ആൾക്കാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഒരു ക്യാബേജും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് അതിൽ മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. വളരെ ഈസി അല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ക്യാബേജും 2 മുട്ടയും ഉണ്ടെങ്കിൽ മതി കേട്ടോ. അത്ര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ടേസ്റ്റും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഓംലേറ്റ് നിങ്ങൾക്ക് ചെറിയ ഓംലേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് പകുതി അല്ലെങ്കിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയ കുഞ്ഞൻ ഓംലേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ കട്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്താലും മതി. ഇപ്പം നമ്മളാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് അത് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. എന്നിട്ട് ജസ്റ്റ് 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ഓൾറെഡി ക്യാബേജ് വേവിച്ചത് കൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ ഭയങ്കര ഇത് 2 ഇങ്ങനെ കഷ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വയറ് നിറയുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അത്രയും നല്ലൊരു തടിയും ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗൈസ്. ബൈ.